നിങ്ങളുടെ വീട്ടിൽ കൊതുക് ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇനി കൊതുക് തിരിയൊന്നും കത്തിക്കേണ്ട. അതുപോലെ തന്നെ കൊതുക് ബാറ്റുമായിട്ട് കൊതുകിന്റെ പുറകെ നടന്ന് പിടികൂടേണ്ട കാര്യവുമില്ല. അത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള ആർക്കും ഉപയോഗിക്കാവുന്ന 2 സംവിധാനങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. ഇതിൽ കൊതുകിനെ തുരത്തുന്നതിന് 2 രീതിയിലുള്ള സംവിധാനങ്ങൾ കാണിക്കുന്നതിൽ ആദ്യം ഞാൻ കാണിക്കുന്നത് ഒരു LED ബൾബാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇത് 20 വാട്ടിൻ്റെ ഒരു LED ബൾബാണ്. നമ്മൾ സാധാരണ ലൈറ്റിൻ്റെയൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു LED ബൾബ്. ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഓൺലൈറ്റ് എന്ന ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു LED ബൾബ്. ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിന് ഒരു ഗ്രില്ല് പോലെയൊക്കെ കാണുന്നു. അതിൻ്റെ ഉള്ളിൽ കുറേ കമ്പിച്ചുരുളുകളും എല്ലാം കാണുന്നുണ്ട്. അതൊക്കെ എന്താണെന്നും ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. ഇതിൻ്റെ ഈ ഒരു ഗ്രില്ലിനകത്തുള്ള ആ കമ്പിച്ചുരുളുകൾ എന്ന് പറയുന്നത് നമ്മുടെ കൊതുക് ബാറ്റിലൊക്കെയുള്ള അതേ സംവിധാനം തന്നെയാണ്. ഇതിനകത്തൊരു ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിലേക്ക് വരുന്ന കൊതുകുകളെയും പ്രാണികളെയും എല്ലാം കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു സംവിധാനം അതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ കൊതുകിനെ കൊല്ലുന്നതല്ലാതെ വേറെയും സംവിധാനങ്ങളുണ്ട്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിത് സപ്ലൈ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനിതിലേക്കുള്ള സപ്ലൈ ഇപ്പോൾ ഓൺ ചെയ്യുന്നുണ്ട്. ഇത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ആദ്യം ഇതിൻ്റെ ഫുൾ ബ്രൈറ്റിലാണ് ഇത് തെളിയുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ സ്വിച്ച് ഒരിക്കൽ കൂടി ഓഫാക്കി ഓൺ ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ഒന്ന് ഡിം ആവുന്നു. അതായത് അതിൻ്റെ പകുതി പ്രകാശമാണ് നമുക്ക് ലഭിക്കുന്നത്. വീണ്ടും നമ്മൾ ഓഫാക്കി ഓണാക്കുമ്പോൾ ഇതിലെ ആ ഒരു കൊതുകിനെ ആകർഷിക്കാനുള്ള അൾട്രാ വയലറ്റ് LED മാത്രമാണ് പ്രകാശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു ബെഡ് ലാമ്പായിട്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെ കൊതുകിനെ പിടിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളെങ്കിൽ ഈ ഒരു അൾട്രാ വയലറ്റ് LED മാത്രം ഓണാവുന്ന രീതിയിൽ ഈ ഒരു ബൾബിനെ ഓണാക്കി ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ ആദ്യത്തെ ഓണാക്കലിൽ ഇതിൻ്റെ ഫുൾ പവറായിട്ടുള്ള 20 വാട്ട് പവറിൽ ഇതിലെ LED ബൾബ് പ്രകാശിക്കും. അതിൻ്റെ കൂടെ തന്നെ അൾട്രാ വയലറ്റ് LED പ്രകാശിക്കും. രണ്ടാമത് ഓഫാക്കി ഓണാക്കുമ്പോൾ ഇതിൻ്റെ പകുതി ബ്രൈറ്റ്നെസ്സിൽ LED ബൾബും കൂടെ തന്നെ അൾട്രാ വയലറ്റും പ്രകാശിക്കും. പിന്നെ മൂന്നാമത് ഓണാക്കുമ്പോൾ അൾട്രാ വയലറ്റ് LED മാത്രമാണ് ഓണാവുന്നത്. അപ്പോൾ നമുക്ക് ബെഡ് ലാമ്പായിട്ടും അതുപോലെ തന്നെ കൊതുകിനെ പിടിക്കുന്ന ആവശ്യം മാത്രമായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു ബൾബ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ തൂക്കി തന്നെ ഇടണം മുകളിൽ. കുട്ടികൾക്കൊന്നും കിട്ടുന്ന രീതിയിൽ താഴെ ഒന്നും വെക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഗ്രില്ലിനകത്തു കൂടി വിരലൊക്കെ കയറി കഴിഞ്ഞാൽ ഷോക്കടിക്കുന്ന ഭാഗങ്ങളാണ് ഉള്ളിലുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം. നമ്മൾ ഉയരത്തിൽ തന്നെ സാധാരണ LED ബൾബുകൾ വെക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു LED ബൾബും ഫിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് ഏകദേശമൊക്കെ പിടികിട്ടി കാണും. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് വർക്കിങ്ങിൽ ഇട്ടതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതിൽ എത്രത്തോളം പ്രാണികളെ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം ഓണാക്കി വെച്ചതിന് ശേഷം നമ്മുടെ LED ബൾബ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇതിനകത്ത് ഒരുപാട് പ്രാണികളും കുറച്ച് കൊതുകുകളും ഒക്കെ കുടുങ്ങിയിട്ടുണ്ട്. എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്. പൊതുവേ ഇവിടെ കൊതുകുകൾ കുറവാണെങ്കിലും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് കൊതുകുകളും ഇതിനകത്ത് കുടുങ്ങിയതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ ചെറിയ പ്രാണികളായിരിക്കും കൂടുതൽ നമ്മളെയൊക്കെ കടിക്കുന്നുണ്ടാവുക. അത്തരത്തിലുള്ള പ്രാണികളാണ് ഇതിൽ ഒരുപാട് കുടുങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ കരിഞ്ഞു പോകുന്ന പ്രാണികളുടെയൊക്കെ വേസ്റ്റ് ഈ ബൾബിനകത്തേക്ക് ചാടുകയാണെങ്കിൽ ഇത് ഈ ഒരു ഭാഗം ഇതുപോലെ ഇടത്തോട്ട് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം ഊരിയെടുത്ത് അതിനകത്തുള്ള വേസ്റ്റുകളൊക്കെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടായതുകൊണ്ട് നേരിട്ട് വേസ്റ്റ് അതിലേക്ക് എത്തുകയൊന്നുമില്ല. ഇതിലുള്ള ഗ്യാപ്പിലൂടെ മാത്രമാണ് വരിക. അപ്പോൾ ഒരുപാട് ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ മാത്രം ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് അഴിച്ചെടുക്കുന്നതിന് മുമ്പ് ഇതിലേക്കുള്ള സപ്ലൈ ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അഴിച്ചെടുത്ത് വേസ്റ്റുകളൊക്കെ തട്ടിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ മുറുക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലൊരു ബൾബ് നമ്മുടെ വീടിന് പുറത്ത് സ്ഥാപിക്കുകയാണെങ്കിൽ വീടിന് പുറത്ത് വെച്ച് തന്നെ നമുക്ക് പ്രാണികളെ ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീടിനകത്തേക്ക് ഇത്തരത്തിലുള്ള പ്രാണികൾ കടന്നു വരുന്നത് കുറയ്ക്കാനും പറ്റും. ഇപ്പോൾ നമ്മൾ കാണിച്ചത് സാധാരണ ബൾബ് പോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കൊതുകിനെ പിടിക്കുന്ന സംവിധാനമാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വേറൊരു സംവിധാനമാണ്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കെണിയാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു സംവിധാനത്തിനകത്ത് അൾട്രാ വയലറ്റ് ലൈറ്റ് തന്നെയാണുള്ളത്. ഇതിലേക്ക് കൊതുകിനെ ആകർഷിച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ കരിച്ചു കളയുന്ന പരിപാടിയല്ല ഇതിലുള്ളത്. ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാനിതൊന്ന് പ്ലഗ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇതിൽ അൾട്രാ വയലറ്റ് ഒരു ട്യൂബ് തെളിഞ്ഞിട്ടുണ്ട്. ഇതും ഈ കൊതുകുകളെയും പ്രാണികളെയും ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈറ്റ് അവിടെ സംവിധാനിച്ചിട്ടുള്ളത്.
ഈ ലൈറ്റിലേക്ക് പ്രാണികൾ ആകർഷിക്കപ്പെട്ട് ഈ ലൈറ്റിനടുത്ത് വരുമ്പോൾ അതിന് താഴെയായിട്ട് ഒരു CPU ഫാൻ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഒരു ഫാനിൻ്റെ കാറ്റ് ആ ഒരു നെറ്റ് കാണുന്ന അതിനകത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അതായത് ആ ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്നാണ് എയർ വലിക്കുന്നത്. അവിടെ എത്തുന്ന പ്രാണികളെയെല്ലാം ഈ ഒരു ഗ്രില്ലിനകത്തേക്ക്, അതിനകത്ത് നല്ലൊരു കെണി ക്രമീകരിച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ അയച്ചു കാണിക്കാം, അതിനകത്തേക്ക് വലിച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ പ്രാണികൾക്ക് തിരിച്ച് പറക്കാൻ പറ്റാത്ത രീതിയിൽ അതിൽ കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇതും വളരെ നല്ലൊരു സംവിധാനം തന്നെയാണ്. ഇത് ഒരുപാട് ആളുകളൊക്കെ കൂടുന്ന ഹോളുകളിലും അതുപോലെ ഓഫീസ്, വീടുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു കെണി തന്നെയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന യൂസർ മാനുവലിൽ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതെല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ യൂസർ മാനുവലിൽ കാണിക്കുന്നത് പോലെ ഇതിൻ്റെ അടിഭാഗം നമുക്ക് അഴിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാനിതൊന്ന് അഴിച്ച് കാണിക്കാം. ഇതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ ഇടത്തോട്ട് തിരിച്ചാൽ നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്തുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ആ ഒരു ഫാൻ വലിച്ചിടുന്ന പ്രാണികൾ ഈ ഒരു ഗ്രില്ലിനകത്ത് പോയി കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഒരിക്കലും തന്നെ തിരിച്ചു പറക്കാൻ കഴിയാത്ത രീതിയിലാണ് അവിടെ സംവിധാനിച്ചിട്ടുള്ളത്. കൊതുകുതിരിയിൽ നിന്നൊക്കെ വരുന്ന ടോക്സിക് ആയിട്ടുള്ള പുകകൾ ശ്വസിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഒട്ടും ടോക്സിക് അല്ലാത്ത ഉപകരണങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് എന്തുകൊണ്ടും വളരെ നല്ലത് തന്നെ ആയിരിക്കും. ഇതുപോലത്തെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഉപകരണങ്ങളോ മുമ്പ് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ അവരുടെ അനുഭവം ഇവിടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കുന്നതിനും ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്